എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി അഥവാ സാധ്യതകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് നാം കണ്ടുപിടിച്ചത്? അതായത് മൊത്തം എത്രയാണോ അല്ലേ, മൊത്തം ഇപ്പോൾ എണ്ണമാണെങ്കിൽ എണ്ണം അത് എത്രയാണോ അത് നമ്മൾ എന്തായിട്ട് എഴുതും? അത് നമ്മൾ ഡിനോമിനേറ്റർ അതായത് ഛേദമായിട്ട് എഴുതും. പിന്നെയോ നമുക്ക് എന്താണ് വേണ്ടത് ആ സംഖ്യ നാം എന്ത് ചെയ്യും? അത് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് അല്ലേ, അതായത് അംശമായിട്ട് എഴുതും. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കിയേ. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഓരോന്നും ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് ഒരു പെട്ടിയിലിട്ടെന്ന് വിചാരിക്കാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു കടലാസ്, ഒരു പേപ്പർ എടുക്കുകയാണ്, കണ്ണടച്ചൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ അത് ഒരു ഇരട്ട സംഖ്യ അതായത് ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ ഇവിടെ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളാണ് അല്ലെ. അതായത് 1, 2, 3 അങ്ങനെ പോകുന്നു. എന്നിട്ട് 25 വരെയുള്ള സംഖ്യകളാണ് നാം ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് അത് പെട്ടിയിലിട്ടത്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സ് വരും? നമുക്കറിയാം, നാം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? അടിയിൽ അതായത് ഡിനോമിനേറ്റർ ആയിട്ട് ടോട്ടൽ നമ്പേഴ്സ് എഴുതും. നമുക്ക് എന്താണ് വേണ്ടത്? അവയുടെ എണ്ണം നമ്മുടെ മുകളിൽ എഴുതും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മൊത്തം 1 മുതൽ 25 വരെയാണ് ഉള്ള സംഖ്യകളാണ് നമ്മൾ എഴുതിയിട്ട് നമ്മൾ പെട്ടിയിലിട്ടത്. അതായത് ടോട്ടൽ എത്ര വരും? അപ്പോൾ ടോട്ടല് എത്ര വരും? 25 അല്ലെ. അപ്പൊ മൊത്തം 25 നമ്പേഴ്സ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അതായത് ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് അല്ലെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടായിരിക്കും? നമുക്കറിയാം 1 മുതൽ 25 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മുതൽ അല്ലെ, 2, 4, 6 അങ്ങനെ തുടങ്ങുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഈവൻ നമ്പർ എത്ര വരും? 25 തൊട്ട് മുമ്പ്. 25 ഓഡ് നമ്പർ ആണ് അല്ലെ. അപ്പൊ 25 തൊട്ട് മുമ്പ് 24. അപ്പൊ ഇത്രയും സംഖ്യകളാണ് നമുക്ക് ഇതിലുള്ള ഈവൺ നമ്പറുകൾ അല്ലെ. ഇതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് 25 കിട്ടി. ഇനി നമുക്ക് വേണ്ട നമ്പേഴ്സ് അല്ലെ, അത് എത്ര നമ്പറുകൾ ഉണ്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കും. അതായത് 2 മുതൽ 24 വരെയുള്ള ഈവൺ നമ്പേഴ്സ് എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ അതായത് അരിതമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്പേഴ്സ് അല്ലെ, നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n = xn - x1 / d + 1 അല്ലെ. ഇത് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. നാം നമ്മുടെ അരിതമെറ്റിക് സീക്വൻസ്, അതാണ് ഒരു ചാപ്റ്റർ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഭാഗമൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വേണ്ടി വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നമുക്ക് ചെറിയ സംഖ്യ അതുകൊണ്ട് നമുക്ക് വിരലുമ്പോൾ എണ്ണം പിടിച്ച് ചെയ്യാം അല്ലെ, ചെറിയ സംഖ്യകളായതുകൊണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 24 നിന്ന് 24 മൈനസ് ഇതെത്രയാണ്? 2 അല്ലെ. ഫസ്റ്റ് നമ്പർ 2. അപ്പൊ 24 - 2 ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലെ. 2 വെച്ചാണ് കൂടിക്കൊണ്ടത്. ബൈ 2 + 1. അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കൂട്ടുക, എത്ര ഉള്ളൂ. അപ്പൊ 24 - 2 എന്ന് പറഞ്ഞാൽ 22 ബൈ 2 + 1. 22 ബൈ 2 എന്ന് പറഞ്ഞാൽ 11 + 1 = 12. കണ്ട, ഇവിടെ 2 മുതൽ 24 വരെ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? എത്ര അക്കങ്ങൾ വരുന്നുണ്ട്? നമുക്ക് കിട്ടി 12 ആണ് അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമല്ല. 24, 2 മുതൽ 24 വരെ 24 പകുതി എടുത്താൽ മതി അല്ലെ. അപ്പോൾ നമുക്ക് 12 കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഏതായാലും നമുക്ക് ആ നമ്പർ കിട്ടണം. 12 നമ്പറുകൾ ഇതിലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടി 25. നമുക്ക് ആവശ്യമായ നമ്പറുകൾ എത്ര എണ്ണം വരുന്നുണ്ട്? 12 എണ്ണം വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ത് വരും? നമുക്കറിയാം, ടോട്ടൽ നമ്പർ അടിയിൽ എഴുതും അല്ലെ. അപ്പൊ 25. പിന്നെ നമുക്ക് ആവശ്യമായത് എത്ര എണ്ണം വരുന്നുണ്ട് ഇവിടെ? 12 അല്ലെ. 12. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈവൻ നമ്പർ ആവാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബബിലിറ്റി 12 ബൈ 25 അല്ലെ. ഇനി നമുക്ക് ഓഡ് നമ്പർ ആണല്ലോ ചാൻസ് എങ്ങനെ നോക്കാം? ഇതേപോലെ തന്നെ നമുക്ക് ഓഡ് നമ്പർ ആവാനുള്ള ചാൻസും കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഓഡ് നമ്പർ ആവാനുള്ള ചാൻസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടും? 12 എണ്ണം അല്ല കിട്ടുക. 1 മുതൽ 1, 3, 5, 7 അങ്ങനെ വരും. അങ്ങനെ 25 വരും അല്ലെ. ഇവിടെ 2 മുതൽ 24 എന്ന് വന്നതിന് പകരമായിട്ട് 1 മുതൽ 25 വരെ വരും അല്ലെ. അപ്പൊ നമുക്ക് എത്ര നമ്പർ കിട്ടും? 13 നമ്പർ കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 76 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലംസ് ബിലോ കമ്പ്യൂട്ട് ദി പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് ആസ് എ പേഴ്സൻറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമുക്കിവിടെ കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. അതിന്റെ പ്രോബബിലിറ്റി
പ്രോബിലിറ്റി എന്ത് ചെയ്യണം, അത് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് ഭിന്നസംഖ്യയായിട്ട് നമ്മൾ എഴുതിയിട്ട് പിന്നെ അതെന്ത് ചെയ്യണം, അത് ഡെസിമൽ ഫോം അതായത് ദശാംശ രൂപത്തിലും എഴുതണം, പിന്നെ അത് നമുക്ക് പേഴ്സന്റ് അതായത് ശതമാനമായിട്ടും എഴുതണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഇഫ് വൺ നമ്പർ ഫ്രം 1 to 10 1 മുതൽ 10 വരെ ഈസ് ചൂസൺ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, ആ സംഖ്യകളിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്, പ്രൈം നമ്പർ അതായത് അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത എത്രയാണ്. നമ്മുടെ 1 മുതൽ 10 വരെ, അപ്പൊ 1, 2, 3 അങ്ങനെ തുടങ്ങുന്നു 10 വരെയുള്ള സംഖ്യകൾ. ഇതിൽ നിന്ന് നാം ഒരെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരെണ്ണം കടച്ചെടുക്കുകയാണെങ്കിൽ അതിൽ പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം, നമുക്ക് അത് അറിയാം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടി. എത്രയാണ് ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 10 എണ്ണം അല്ലെ. അപ്പൊ അതായത് ടോട്ടൽ നമ്പർ 10. അപ്പൊ നമുക്ക് വേണ്ട ഒരു കാര്യം കിട്ടി, ഇത് 10 എണ്ണം കിട്ടി അല്ലെ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, 1 മുതൽ ഈ സംഖ്യകളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന അഭാജ്യ സംഖ്യകൾ അതായത് പ്രൈം നമ്പർ അല്ലെ, അവയുടെ എണ്ണം നമുക്ക് കിട്ടണം, എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടണം അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്, എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ. അപ്പൊ എന്താണ് അഭാജ്യ സംഖ്യ, അഭാജ്യ സംഖ്യ അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യക്ക് ആകെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ, അതായത് 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് നാം എന്ത് പറയാ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക അല്ലെ. അതായത് ഇപ്പൊ നോക്കിയേ, ഇപ്പോ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 4 എന്ന് പറഞ്ഞാൽ 1 × 4 4ആണ് അല്ലെ, 2 × 2 4ആണ്. അതായത് ഇപ്പൊ 4ന് ഏതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട് അല്ലെ. അതായത് ഇത് ഒരു എന്തല്ല പ്രൈം നമ്പർ അല്ല. ഇനി 2 നോക്കിയേ, 2 എന്ന് പറയുന്നത് എന്താണ്, 2 കിട്ടണം നമുക്ക് 1 × 2 അല്ലെ. പിന്നെ ഏതെങ്കിലും സംഖ്യയിൽ തമ്മിൽ ഗുണിച്ചാൽ 2 കിട്ടുമോ, കിട്ടില്ല. അപ്പൊ ഇവിടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, 1ഉം 2ഉം മാത്രം അല്ലെ. അപ്പൊ 1ഉം 2ഉം മാത്രമുള്ളൂ ഇതിന്റെ ഘടകങ്ങൾ. അപ്പൊ ഇത് ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനി 3 1 × 3 അല്ലെ, അപ്പൊ ഇതും ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനി 4 അല്ല, ഇനി 5 കിട്ടണമെങ്കിൽ 1 × 5, അപ്പൊ ഇതും ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലെ. അതായത് ഈ അഭാജ്യ സംഖ്യ അതായത് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 1ഉം പിന്നെ ആ സംഖ്യയും മാത്രമേ അതിന്റെ ഘടകങ്ങളായിട്ട് വരുള്ളൂ. 1 വരും, പിന്നെ ആ സംഖ്യയും. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇതിനിടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to 10 അല്ലെ. 1നും 10നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ വരാൻ നോക്കിയാൽ ഏതൊക്കെ വരാം. ഇവിടെ നമ്മൾ 1നെ പ്രൈം നമ്പറിൽ കൂട്ടില്ല, കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു 2 ഫാക്ടേഴ്സ് വേണം അല്ലെ, എന്നാലും നമ്മൾ പ്രൈം നമ്പർ ആവുള്ളൂ. അപ്പൊ 2 മുതലാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആരംഭിക്കുന്നത്. അപ്പൊ 2, പിന്നെ ഏതാണ് 3, 5, 7 അല്ലെ. 2, 3, 5, 7. പിന്നെ അടുത്ത പ്രൈം നമ്പർ എത്രയാണ്, 11 ആണ് അല്ലെ. അപ്പൊ 11 പറഞ്ഞാൽ 10നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇതിനിടയിലുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7. അപ്പൊ എത്ര നമ്പർ വരുന്നുണ്ട്, 1, 2, 3, 4 നമ്പർ കണ്ട. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 2 നമ്പർ കിട്ടി. ടോട്ടൽ നമ്പർ ഇവിടെ 10 എണ്ണം വരുന്നുണ്ട് ടോട്ടലി. ഇവിടെ നമുക്ക് ആവശ്യമായതിന്റെ നമ്പേഴ്സ് എത്ര എണ്ണം വരുന്നുണ്ട്, 4 എണ്ണം വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. പ്രോബബിലിറ്റി ഈക്വൽ ടു ടോട്ടൽ നമ്പർ അതായത് 10 അടിയിൽ ബൈ നമുക്ക് ആവശ്യമായത് എത്രയാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. എത്ര എണ്ണം വരുന്നുണ്ട്, 4 എണ്ണം. അപ്പൊ 4/10. അപ്പൊ ഇത് നമുക്ക് നമ്മളോട് ഡെസിമൽ രൂപത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെ, ദശാംശ രൂപത്തിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്ത് വേണം, 4/10 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു 0 ആണ്. അപ്പൊ ഒരു സ്ഥാനം നീക്കി ഇങ്ങോട്ട് പോയിന്റ് ഇടും അല്ലെ. അപ്പൊ 0 പോയിന്റ് നമ്മൾ 0 ചേർത്ത് കൊടുത്തു, പിന്നെ പോയിന്റ് ഇട്ട് 4 എഴുതി. അത് 4ന്റെ ഇപ്പുറത്ത് പോയിന്റ് വന്നു കണ്ട. ഒരു 0 ആയതുകൊണ്ട് 4ന്റെ ഇപ്പുറത്തെ അടുത്ത ഭാഗത്ത് ഒരു 0 ഇട്ടു. അപ്പൊ അതിനുത്തരായി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇത് നമ്മൾ പേഴ്സന്റ് അതായത് ശതമാന രൂപത്തിൽ എഴുതണം അല്ലെ. ഇതിനെ നമ്മൾ ശതമാനമാക്കാൻ എന്ത് ചെയ്യണം, 0.4നെ ശതമാനമാക്കാൻ നമുക്കറിയാം 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ശതമാനം കിട്ടി. ഈക്വൽ ടു ഇപ്പൊ 0.4 100 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ എത്ര സ്ഥാനം നീക്കി, വലത്തോട്ട് അല്ലെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 0 ഉണ്ട്. അപ്പൊ 2 സ്ഥാനം നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇടണം അല്ലെ. അപ്പൊ ഒരു സ്ഥാനം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ 4ആയി, പിന്നെ ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട് നീക്കണം അല്ലെ. അപ്പൊ നമ്മൾ 0 ചേർത്ത് കൊടുക്കണം, അതായത് 40. അപ്പൊ 40
ശതമാനം. അപ്പോൾ ഇതൊക്കെ അല്ലേ. ഇനി നമുക്കതിലെ സബ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്നാണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്, ഇഫ് വൺ നമ്പർ ഫ്രം 1 to 100 ഈസ് ചൂസൺ, അതായത് 1 മുതൽ 100 വരെയുള്ള നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ, അത് ഒരു 2 അക്ക സംഖ്യയാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ 1 മുതൽ 100 വരെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ സെലക്ട് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 അക്ക സംഖ്യയാവാനുള്ള സാധ്യത എത്രയാണ്? അപ്പം എന്താണ് 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ അല്ലേ. അപ്പോൾ 1, 2, 3 അങ്ങനെ തുടങ്ങിയിട്ട് 100 വരെയുള്ള സംഖ്യകളാണ് നാം എഴുതിയിടുന്നത്. അപ്പൊ നമുക്കിത് എത്ര ടോട്ടൽ സമ്മ് കിട്ടി അല്ലേ, ടോട്ടൽ എത്ര നമ്പേഴ്സ് എന്ന് കിട്ടി. എത്ര നമ്പർ ഉണ്ട്? 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 നമ്പറുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടല് 100. അപ്പൊ നമുക്ക് വേണ്ട ഒരു കാര്യം കിട്ടി, ടോട്ടൽ നമ്പേഴ്സ് 100 എണ്ണം കിട്ടി അല്ലെ. ഇനി നമുക്ക് വേണ്ടത് എന്താണോ അത് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം അല്ലെ. എന്താണ് വേണ്ടത്? നാം ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് 2 ഡിജിറ്റ് നമ്പർ ആകാൻ അല്ലെ, നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അതായത് ഇതിൽ നിന്ന് 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് നമ്മൾ നോക്കണം അല്ലെ. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അക്ക സംഖ്യ. അപ്പൊ 2 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞാൽ പിന്നെ 10, 11 അല്ലെ. അപ്പൊ 10 മുതൽ തുടങ്ങുന്നു. 10, 11, 12 അങ്ങനെ പോയിട്ട് നമുക്ക് എത്ര വരെ വരും? 2 ഡിജിറ്റ് അല്ലെ, 99 വരെ വരും. അപ്പൊ ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സ്, ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഇത്ര എണ്ണം വരും. ഇത് എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഇതിന്റെ എണ്ണം നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്? നമ്മൾ നേരത്തെ പറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക അല്ലെ, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അതായത് 99 നിന്ന് നോക്കിയാൽ 99 മൈനസ് 10 സീക്വൽ ടു എത്ര വരും? 99 10 കുറച്ചാൽ 89 അല്ലെ. അതിന്റെ കൂടെ 1 കൂട്ടാം, അതായത് 90. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡി എത്ര 1 ആണ് അല്ലെ. 1 ആണ് കൂട്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. 1 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ അത് ആ സംഖ്യ തന്നെ അല്ലെ. അപ്പൊ നമുക്ക് 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ കിട്ടി 90 എണ്ണം. അപ്പൊ ഇതിന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം അല്ലെ. പ്രോബബിലിറ്റി ഈക്വൽ ടു എത്ര? ടോട്ടൽ എത്രയാണ്? 100. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എത്ര ഉണ്ട്? 90 ആണ് അല്ലെ. 90. അപ്പൊ 90. ഇതിന് നാം എന്ത് ചെയ്യണം? ഇതിന് നാം ഇതിൽ എഴുതണം അല്ലെ, ഡെസിമൽ രൂപത്തിൽ എഴുതണം. 90/100 അല്ലെ. ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ? 9/10 അല്ലെ. 9/10 എന്ന് പറഞ്ഞാൽ 9നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു 0 ഉണ്ട്, ആ 0 അപ്പൊ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി പോയിന്റ് ഇട അല്ലെ. അപ്പൊ നമ്മൾ 0.9. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി. മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താക്കി തന്നെ നമ്മൾ നമ്മൾ ഈ ശതമാനത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 100 അല്ലെ. അതായത് 0.9 ഇൻറ്റു 100 സീക്വൽ ടു ഇവിടെ എന്ത് വരും? 100 കൊണ്ട് ഗുണിക്കണം. അതായത് 2 സ്ഥാനം നീക്കി ഇങ്ങോട്ട് കുത്തിരണം അല്ലെ, വലത്തോട്ട്. അപ്പൊ നോക്കി ഒരു സ്ഥാനം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ 9 ആയി. പിന്നെ നമ്മൾ ഒരു സ്ഥാനം കൂടെ നീക്കണം. അപ്പൊ എന്ത് വേണം? ഒരു 0 ചേർത്ത് കൊടുക്കണം അല്ലെ. അതായത് 90. ഇനി നമുക്ക് മൂന്നാമത്തൊന്ന് ചെയ്ത് നോക്കാം. Every 3 digit number is written in a slip of paper and all the slips are put in a box. If one slip is drawn, what is the probability that it is a palindrome? എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 ഡിജിറ്റ് നമ്പർ അല്ലെ. അപ്പൊ എല്ലാ 3 അക്ക സംഖ്യകളും കടലാസ കഷ്ണങ്ങളിൽ എഴുതിയിട്ട് അതെന്ത് ചെയ്തു? അതൊരു ബോക്സിലിട്ടു. ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പാലിൻഡ്രോം. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറയാ? അതിപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, എല്ലാ 3 അക്ക സംഖ്യകളും 3 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാല് 3 അക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 മുതൽ അല്ലെ. അപ്പൊ 100, 101, 102 അങ്ങനെ തുടങ്ങുന്നു. അതാണ് 3 അക്ക സംഖ്യകൾ. അങ്ങനെ പോയി അവിടം വരെ എത്തും 999 അല്ലെ. അപ്പൊ ഇത്രയുമാണ് 3 അക്ക സംഖ്യകൾ അല്ലെ, 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇനി ഇത്രയും നമ്പറുകൾ നമ്മൾ കടലാസിൽ എഴുതിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് ഒരു പാലിൻഡ്രോം ആവാനുള്ള ചാൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ എന്താണ് ഈ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ?
നാം ഇപ്പോൾ ഒരു സംഖ്യ എഴുതിയെന്ന് വിചാരിക്കുക. ആ സംഖ്യ നാം തിരിച്ചെഴുതിയാലും അതേ സംഖ്യ തന്നെ കിട്ടണം. ഇതാണ് പാരൻഡ്രോം. ഉദാഹരണത്തിന് നോക്കിയാൽ 101 നാം തിരിച്ചെഴുതിയാൽ ഇത് എന്ത് ആയിരിക്കും? 101 തന്നെ ആയിരിക്കും അല്ലേ? വ്യത്യാസമില്ല. അതല്ലെങ്കിൽ നോക്കിയാൽ 111 നാം തിരിച്ചെഴുതി വെച്ചാലും എന്താണ്? 111 തന്നെ അല്ലേ? അല്ലെങ്കിൽ ഒരു 121 ഇത് തിരിച്ചെഴുതിയാലും 1, 2, 1 അങ്ങനെ എഴുതിയാലും 121 തന്നെ അല്ലേ? അതല്ലെങ്കിൽ 202 ഇതെന്താണ്? 202 അല്ലേ? അതായത് അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലൊക്കെ സെയിം തന്നെ. ഇതാണ് പാലൻഡ്രോം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവിടെ 100 മുതൽ 999 വരെ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പാലൻഡ്രോം ആവാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നോക്കിയാൽ ഈ വൺസിന്റെ സ്ഥാനത്തും അതല്ലെങ്കിൽ ഈ 100ന്റെ സ്ഥാനത്തും ഒരേ സംഖ്യ ആയിരിക്കും വരിക അല്ലെ? എന്നാലേ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ആ സംഖ്യ തന്നെ കിട്ടുള്ളൂ. അതായത് ഇവിടെ ഏത് സംഖ്യയാണോ അത് തന്നെ ഇവിടെ വരും. ആണല്ലോ? ആണ്. പിന്നെ നമുക്ക് ഈ നടുവിലെ സംഖ്യ 0 മുതൽ ഏത് സംഖ്യ വരെയും ആകാം അല്ലെ? 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ 9 വരെ ആവാം. ഈ അറ്റത്തെ 2 സംഖ്യകളോ 0 ആവാൻ പറ്റുമോ? 0 ആവാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ 0 എന്ന് വിചാരിക്കുക. ഇവിടെ 0 ആയി കഴിഞ്ഞാൽ 0, 0, 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് സംഖ്യ? അത് വെറും 1 ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ ആവില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ സംഖ്യ ഒരിക്കലും 0 ആവാൻ പാടില്ല. കാരണം എന്താ? ഇത് 0 ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 0 ഇട്ട് കഴിഞ്ഞാൽ സംഖ്യ എത്രയായി മാറി? 11 മാറി അല്ലെ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 11 ഒരു 3 അക്ക സംഖ്യ അല്ല. അപ്പൊ ഇവിടെ ഈ സംഖ്യ നമുക്ക് ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇനി നടുവിലെ സംഖ്യയോ അതേത് വേണമെങ്കിലും ആവാം അല്ലെ? 0 മുതൽ 9 വരെ ആവാം. ഇത് ഇവിടെയാണെങ്കിൽ 1 മുതൽ 9 വരെ ആകാം. അതായത് ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ നോക്കിയേ. അതായത് ഇവിടെ 2 എണ്ണം അല്ലെ വരുന്നത് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? ഈ സംഖ്യകൾ ഏത് വേണമെങ്കിലും ആകാം. അതായത് 0 മുതൽ 9 വരെ ആകാം. ഈ സംഖ്യകളാണെങ്കിലോ എപ്പോഴും എന്തായിരിക്കണം? 0 ആവാൻ പാടില്ല. 1 മുതൽ 9 വരെ ആകാം. 0 ആയി കഴിഞ്ഞാൽ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ. അതെ. അപ്പൊ നമുക്ക് എക്ക് എത്ര ചാൻസ് ഉണ്ട്? എക്ക് 1 മുതൽ 9 വരെ ആവാം. ബി ആണെങ്കിൽ 0 മുതൽ 9 വരെ ആകാം. അതായത് എ ക്യാൻ ബി, എക്ക് ഏതൊക്കെ ആവാം? 1 മുതൽ 9 വരെ ആകാം അല്ലെ? അപ്പൊ എക്ക് 1 മുതൽ 9 വരെ ഏത് വില വേണമെങ്കിലും സ്വീകരിക്കാം, ഏതക്കം വേണമെങ്കിലും എടുക്കാം. ഇനി ബിക്കാണെങ്കിലോ ബി ക്യാൻ ബി ഏതൊക്കെ എടുക്കാം? ബിക്ക് 0 ആവാം, കുഴപ്പമൊന്നുമില്ല അല്ലെ? 0 ആയി കഴിഞ്ഞാൽ നോക്കിയപ്പോ 101 0 ആയി അല്ലെ? ഇവിടെ ബിയുടെ സ്ഥാനത്ത് 0 ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ 202 കണ്ട ഒരു കുഴപ്പമില്ല. അപ്പൊ അതിന് 0 മുതൽ 0 to 9 വരെ ആകാം. അപ്പൊ ഇവിടെ എക്ക് എത്ര ചാൻസ് വരുന്നുണ്ട്? 1 മുതൽ 9 വരെ അല്ലെ? അതായത് 1 മുതൽ 9 വരെ വെച്ചാൽ 9 ചാൻസ് വരുന്നുണ്ട് അല്ലെ? അതായത് ഇവിടെ 9 ചാൻസ് ഉണ്ട്. ഇതിനാണെങ്കിലോ ബിക്ക് എത്രയൊക്കെ ചാൻസ് വരുന്നുണ്ട്? 0 മുതൽ 9 വരെ അല്ലെ? അതായത് 10 ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നാം എക്ക് ഇപ്പൊ നോക്കി 1 മുതൽ 9 വരെയാണ് അല്ലെ? അപ്പൊ എക്ക് 1 കൊടുക്കുകയാണെങ്കിൽ ബിക്ക് എന്ത് വരാം? 0 മുതൽ 9 വരെ വാല്യൂകൾ ഇടാം അല്ലെ? അതായത് 10 എണ്ണം അവിടെ വരും. ഇനി എക്ക് നമ്മൾ 2 കൊടുക്കുകയാണെങ്കിലോ അപ്പോഴും ബിക്ക് എന്ത് വരും? 0 മുതൽ 9 വരെ അങ്ങനെ 10 എണ്ണം വരും അല്ലെ? ഇനി നമുക്ക് എക്ക് 3 കൊടുക്കുകയാണെങ്കിലോ അപ്പോഴും 10 എണ്ണം അല്ലെ? അതായത് ഈ 3 ഡിജിറ്റ് പാരൻഡ്രോംസ് എത്ര എണ്ണം വരും? 9 × 10. മനസ്സിലായില്ലേ? ഓരോന്നിനും 10 എണ്ണം വെച്ച് വരും. അപ്പൊ 9 എണ്ണത്തിനും 10 എണ്ണം വെച്ച് വരും. അപ്പോൾ 9 × 10 90 എണ്ണം വരും. അപ്പൊ ഇതിനിടയിൽ എത്ര പാരൻഡ്രോം ഉണ്ടായിരിക്കും? 90 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ 3 ഡിജിറ്റ് പാരൻഡ്രോംസ് ഈക്വൽ ടു 9 × 10 അല്ലേ? 9 × 10 അതായത് നമുക്ക് 90 എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഈ പാരൻഡ്രോംസ് എത്ര എണ്ണം വരും? 100നും 999 ഇടയ്ക്ക് എത്ര എണ്ണം വരും? 90 എണ്ണം വരും അല്ലെ? അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? 100 മുതൽ 999 വരെ എത്ര ഉണ്ട്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ? എത്ര നമ്പർ വരും? അപ്പൊ അത് എഴുതിയിട്ടില്ല നമ്മള്. ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം വരും? 999 ഇത് കുറയ്ക്കല്ലേ? അതായത് 999 മൈനസ് 100 എത്ര കിട്ടും നമുക്ക്? 899. അതിന്റെ കൂടെ 1 കൂട്ടല്ലേ? അതായത് 900. അപ്പൊ ഇതിന് ശരിക്കും ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. എന്താണ്? xn - x1 /
ഡി അല്ലെ, അതായത് എക്സ് എൻ എന്ന് പറഞ്ഞാൽ 999 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 100 ബൈ ഡി. ഡി എന്ന് പറഞ്ഞ ഇവിടെ ഒന്നാണ് അല്ലെ, അതുകൊണ്ട് നമ്മൾ ഒന്ന് എഴുതേണ്ട കാര്യമില്ല, ഒന്ന് ഇട്ടില്ല. പിന്നെന്താണ് +1, അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേർത്തു. ഓർമ്മയില്ലേ, xn മൈനസ് x1 ബൈ ഡി +1. അപ്പൊ ഇതാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ച ഇക്വേഷൻ അല്ലേ. അപ്പൊ ഇവിടെ D1 ആണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ അത് എഴുതിയില്ല എന്ന് മാത്രം. അപ്പൊ നമുക്ക് ആവശ്യമായി രണ്ടും കിട്ടിയല്ലോ. ഒന്ന് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ 900 ആണ്. പിന്നെന്താണ് നമുക്ക് ആവശ്യമുള്ള ടോട്ടൽ 3 ഡിജിറ്റ് പാലൻഡ്രോംസ് എത്രയാണ്, 90 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ പ്രോബബിലിറ്റി അല്ലേ. പ്രോബബിലിറ്റി ഈക്വൽ ടു എത്രയാണ്, മൊത്തം 900. നമുക്ക് ആവശ്യമായ എത്ര നമ്പർ ഉണ്ട് ഇവിടെ, 90 അല്ലേ. അപ്പൊ 90/900. 0 ക്യാൻസൽ ചെയ്ത് അപ്പൊ എന്തായാലും 9/90 അല്ലേ. 9/90 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് 9 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യല്ലേ, അതായത് 1/10. മനസ്സിലായില്ല, അതായത് നമ്മൾ 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, ഇനി 90നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 അല്ലെ, 10. അങ്ങനെയാണ് നമുക്ക് 1/10 കിട്ടിയത്. ഇനി 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇത് 1/10 എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഹരിക്കണം, അതിന് പകരം ഒരു സ്ഥാനം നീക്കി പോയിന്റ് എടുത്തോട്ട് അല്ലെ, അതായത് 0.1. ഇതിനെ നമ്മൾ എന്ത് വേണം, ഇതിനെ നമ്മൾ ഈ ശതമാനത്തിൽ എഴുതണം അല്ലെ. അപ്പൊ 0.1 ഇൻറ്റു 100, 100 കൊണ്ട് ഗുണിക്കുക. അതായത് നോക്കിയാൽ 2 സ്ഥാനം നീക്കി കുത്തിടണം, അന്നേരം ചെയ്ത് അതേപോലെ തന്നെ. അപ്പൊ നോക്കിയാൽ 1 പിന്നെ 2, അപ്പൊ 0 ചേർത്ത് കൊടുക്കണം അല്ലെ. അപ്പൊ 1 ഇട്ട് 10, 0 ചേർത്തു 10%.